ഹി വാസ് എ മിസ്റ്ററി ആൻഡ് റിമൈൻസ് എ മിസ്റ്ററി. ചെന്നൈ സൂപ്പർ കിങ്സിനായി നെറ്റ്സിൽ പന്തെറിഞ്ഞുകൊണ്ടിരുന്ന വരുൺ ചക്രവർത്തിയെക്കുറിച്ച് ഓർമ്മകൾ അയവർക്കുകയായിരുന്നു അമ്പാട്ടി റായിഡു. ICC T20 ബോളിംഗ് റാങ്കിങ്ങിലെ ആദ്യ 5 പേർ സ്പിന്നർമാരാണ്. ഒന്നാം സ്ഥാനത്ത് വരുൺ, പിന്നെ അബറാർ അഹമ്മദ്, റാഷിദ് ഖാൻ, ആദിൽ റഷീദ്, വനീന്ദു ഹസരംഗ. ബാറ്റർമാരുടെ പൂരപ്പറമ്പുകളായ T20 മൈതാനങ്ങളിൽ ഗാലറിയിലേക്ക് മൂളിപ്പറക്കുന്ന പന്തുകളെ നോക്കി നിസ്സഹായരായി നിൽക്കുന്ന ബോളർമാരെ കണ്ടിട്ടില്ലേ? ഈ ലോകകപ്പ് കൊടിയേറുന്നതിന് തൊട്ടു മുമ്പ് ക്രിക്കറ്റ് സർക്കിളുകളിൽ നിറയെ വിശ്വവേദിയിൽ 300 എന്ന മാന്ത്രിക സംഖ്യയിൽ ആരാദ്യം തൊടുമെന്ന ചർച്ചകൾ കൊടുമ്പിരി കൊണ്ടിരുന്നു. 20 ടീമുകൾ, അതിൽ പലരും ഇത്തിരിക്കുഞ്ഞന്മാർ എന്ന ടാഗ്ലൈനിൽ എത്തിയവർ. ഇന്ത്യ അടക്കമുള്ള ടീമുകൾ ഗ്രൂപ്പ് റൗണ്ടിൽ തന്നെ ആ വലിയ നാഴികക്കല്ല് പിന്നിടുമെന്ന് പലരും ഉറപ്പിച്ചു പറഞ്ഞു. എന്നാൽ ലോകകപ്പ് ആരംഭിച്ചതിന് ശേഷം അങ്ങനെ ഒരു ചർച്ച ഇല്ലാതായിരിക്കുന്നു. പല മത്സരങ്ങളുടെയും വിധി ബോളർമാർ എഴുതുന്നു. ദുർബലർ എന്ന വിശേഷണവുമായി എത്തിയ പല ടീമുകളുടെയും ബോളിംഗ് നിരക്ക് മുന്നിൽ പേരുകെട്ട പല ബാറ്റിംഗ് ലൈനപ്പുകളും മുട്ടിടിച്ചു വിടുന്നു. 2 സ്പെഷ്യലിസ്റ്റ് സ്പിന്നർമാരെ 11-ൽ ഉൾപ്പെടുത്തി ടീമുകൾ തന്ത്രങ്ങൾ മെനയുന്നു. USA-ക്കും നമീബിയയ്ക്കുമെതിരെ ഇന്ത്യയുടെ 8 ബാറ്റർമാരും കൂടാരം കയറിയിട്ടുണ്ട്. ഇന്ത്യൻ നിരയിൽ നിങ്ങൾക്കിപ്പോൾ കണ്ണുമടച്ച് വിശ്വസിക്കാൻ കഴിയുന്ന എത്ര ബോളർമാരുണ്ട്? പലരെക്കുറിച്ചും സംശയങ്ങൾ ഉന്നയിക്കാനുണ്ടാകും. എന്നാൽ വരുൺ ചക്രവർത്തിയുടെ കാര്യത്തിൽ സെലക്ടർമാർക്കോ ക്രിക്കറ്റ് പണ്ഡിറ്റുകൾക്കോ ആരാധകർക്കോ സംശയമേതുമില്ല തന്നെ. T20 റാങ്കിങ്ങിൽ മാസങ്ങളായി വരുണിന്റെ സ്ഥാനത്തിന് ഇളക്കമൊന്നും തട്ടിക്കിട്ടില്ല. കഴിഞ്ഞ ഡിസംബറിൽ വരുണിന്റെ റേറ്റിംഗ് 818 വരെ ഉയർന്നിരുന്നു. അയാളുടെ കരിയർ ബെസ്റ്റ് റേറ്റിംഗ്. ചരിത്രത്തിൽ ഒരൊറ്റ ഇന്ത്യൻ ബോളർ പോലും ഇത്രയും ഉയർന്ന റേറ്റിംഗിൽ എത്തിയിട്ടില്ല എന്നോർക്കണം. ജസ്പ്രീത് ബുംറ പോലും. T20 റാങ്കിംഗ് തലപ്പത്തെത്തുന്ന 3ാമത്തെ ഇന്ത്യൻ ബോളറാണ് വരുൺ. നേരത്തെ ഈ നേട്ടത്തിലെത്തിയത് ജസ്പ്രീത് ബുംറയും രവി ബിഷ്ണോയും മാത്രം. കഴിഞ്ഞ ഏഷ്യ കപ്പ് ഫൈനലിൽ ഇന്ത്യ പാകിസ്ഥാനെ തകർത്തെറിഞ്ഞ ശേഷമാണ് വരുൺ റാങ്കിങ്ങിൽ തലപ്പത്തെത്തുന്നത്. അവിടെ മുതൽ ഒരാൾക്ക് പോലും അയാൾക്ക് ഭീഷണി ഉയർത്താനായിട്ടില്ല. 2021 T20 ലോകകപ്പ് സൂപ്പർ 12-ൽ പാകിസ്ഥാൻ ഇന്ത്യയെ 10 വിക്കറ്റിന് തകർത്ത പോരിലാണ് വരുണിൻ്റെ ലോകകപ്പ് അരങ്ങേറ്റം. അന്ന് 4 ഓവർ എറിഞ്ഞ വരുൺ 8.25 എക്കോണമിയിൽ വിട്ടു നൽകിയത് 33 റൺസാണ്. T20 ബോളിംഗ് റാങ്കിങ്ങിൽ 151 സ്ഥാനത്തായിരുന്നു അന്ന് വരുൺ. അവിടെ നിന്ന് ഇങ്ങോട്ട് 5 വർഷത്തെ അയാളുടെ കരിയർ ഒരു റോളർ കോസ്റ്റർ ആയിരുന്നു. ഇപ്പോഴിതാ കുൽദീപ് യാദവുള്ള ഇന്ത്യൻ സ്ക്വാഡിൽ 11-ലെ അനിഷേധ്യ സാന്നിധ്യമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു അയാൾ. 2024-ൽ ലോക കിരീടമണിഞ്ഞ ഇന്ത്യൻ സംഘത്തിൽ വരുൺ ഉണ്ടായിരുന്നില്ല. എന്നാൽ അവിടെ നിന്ന് ഇങ്ങോട്ടുള്ള കണക്കുകൾ നോക്കൂ. ഫുൾ മെമ്പർ നേഷൻസിൽ ഏറ്റവും കൂടുതൽ വിക്കറ്റുകൾ അയാളുടെ പേരിലാണ്. 7 എക്കോണമിയിൽ 61 പേരെയാണ് ഇക്കാലയളവിൽ അയാൾ കൂടാരം കയറ്റിയത്. 13.52 ആവറേജ്. അതിൽ 48 വീഴ്ത്തിയത് ഗൂഗിളുകൾ കൊണ്ട്. ലോക ക്രിക്കറ്റിലെ പേരുകെട്ട ബാറ്റർമാർ പലർക്കു മുന്നിൽ അയാൾ ഇപ്പോഴും ഒരു മിസ്റ്ററിയായി അവശേഷിക്കുന്നു. ഗൂഗിളി, ക്യാരം ബോൾ, ലെഗ് ബ്രേക്ക് വിത്ത് സൈഡ് സ്പിൻ, ലെഗ് ബ്രേക്ക് വിത്ത് ഓവർ സ്പിൻ. വരുണിൻ്റെ ആവനാടിയിൽ ആയുധങ്ങൾ ഏറെയാണ്. പല വേരിയേഷൻസിൽ പന്തെറിയാനാകുന്നു എന്നതാണ് അയാളിൽ ബാറ്റർമാരെ കുഴപ്പിക്കുന്ന ഏറ്റവും വലിയ സവിശേഷത. പന്തെറിയുന്നതിന് മുമ്പുള്ള അയാളുടെ വേഗത്തിലുള്ള റണ്ണപ്പുകൾ ബാറ്റർമാരുടെ ജഡ്ജ്മെൻറ്റ് തെറ്റിക്കുന്നുണ്ട് എന്ന് സമീപകാലത്ത് പലരും വിലയിരുത്തുന്നുണ്ട്. വരുണിനെതിരെ ഫ്രണ്ട് ഫൂട്ടിലാണോ ബാക്ക് ഫൂട്ടിലാണോ കളിക്കേണ്ടത് എന്ന ആശയക്കുഴപ്പത്തിലാകാറുണ്ട് പലരും. മിഡിൽ ഓവറുകളിൽ അയാൾ ടീമിന് നൽകുന്ന ഇമ്പാക്റ്റുകൾ ഇന്ത്യൻ വിജയങ്ങളിൽ ഏറെ നിർണായകമാണ്. ലോകകപ്പിൽ പവർ പ്ലേയിൽ ഇന്ത്യക്കെതിരെ 1 വിക്കറ്റ് നഷ്ടത്തിൽ 50-ന് മുകളിൽ റൺ സ്കോർ ചെയ്ത നമീബിയയെ വെറും 2 ഓവർ കൊണ്ടാണ് വരുൺ കറക്കി വിടുത്തിയത്. 2024 മുതൽ ഇങ്ങോട്ട് മിഡിൽ ഓവറുകളിൽ മാത്രം വരുൺ 81 വിക്കറ്റുകൾ പോക്കറ്റിലാക്കിയിട്ടുണ്ട്. അതിലേറെ ശ്രദ്ധിക്കേണ്ടത് അയാളുടെ എക്കോണമിയാണ്. മിഡിൽ ഓവറുകളിൽ 7.5 എക്കോണമിയിലാണ് വരുൺ പന്തെറിയുന്നത്. ആവറേജ് ആകട്ടെ 15. റണ്ണൊഴുക്ക് കുറയ്ക്കുന്നതിലും നിർണായക വിക്കറ്റുകൾ വീഴ്ത്തുന്നതിലും വരുണിൻ്റെ സാന്നിധ്യം ഈ സംഘത്തിൽ എത്രമേൽ നിർണായകമാണ് എന്നതിന് ഈ കണക്കുകൾ തന്നെ ധാരാളം. നെറ്റ്സിൽ കഠിനാധ്വാനിയാണ് വരുണെന്നും പരിശീലന സമയത്ത് അയാൾ നിരന്തരം പുതിയ വേരിയേഷനുകൾ പരീക്ഷിക്കാറുണ്ട് എന്നും പറഞ്ഞു വെക്കുന്നുണ്ട് ഇന്ത്യൻ അസിസ്റ്റന്റ് കോച്ച് റിയാൻ ടെൻഡോഷെറ്റ്. ഗെയിം കൃത്യമായി റീഡ് ചെയ്ത് ഓരോ ബാറ്റർമാരെയും എങ്ങനെ വീഴ്ത്തണമെന്ന് അയാൾ മനസ്സിൽ കണക്ക് കൂട്ടുന്നു. അയാൾ കുഴിച്ചിട്ട കുടിയിലേക്ക് തന്നെ അവരെ വലിച്ചിരുന്നു. 2025 T20 ക്രിക്കറ്റിൽ വരുണിൻ്റെ വർഷമായിരുന്നു. ഡിസംബറിൽ സൗത്ത് ആഫ്രിക്കയ്ക്കെതിരെ ഇന്ത്യയുടെ പരമ്പര വിജയത്തോടെയാണ് വരുൺ പോയ വർഷം തൻ്റെ ഡ്രീം റൺ അവസാനിപ്പിച്ചത്. പരമ്പരയിൽ ലീഡിംഗ് വിക്കറ്റ് ടേക്കർ വരുണായിരുന്നു. 7 എക്കോണമിയിൽ 10 വിക്കറ്റുകളാണ് അന്ന് അയാൾ സ്വന്തമാക്കിയത്. T20 റാങ്കിങ്ങിൽ റെക്കോർഡ് റേറ്റിംഗിലേക്ക് കയറിയത് അപ്പോഴാണ്. 2025-ൽ ആകെ 18 ഇന്നിങ്സുകളിൽ നിന്ന് 36 വിക്കറ്റുകളാണ് വരുൺ സ്വന്തമാക്കിയത്. ഒരു കലണ്ടർ വർഷം ഇന്ത്യക്കായി ഏറ്റവും അധികം വിക്കറ്റുകൾ നേടുന്ന താരങ്ങളുടെ പട്ടികയിൽ 2ാമൻ. തനിക്ക് മുന്നിലുള്ള ഭുവനേശ്വർ കുമാറുമായി 1 വിക്കറ്റിന് വ്യത്യാസം. ഏകദിന ഫോർമാറ്റിൽ അധികം അവസരങ്ങൾ ലഭിച്ചിട്ടില്ലെങ്കിലും കഴിഞ്ഞ ചാമ്പ്യൻസ് ട്രോഫിയിൽ ഇന്ത്യയുടെ ലീഡിംഗ് വിക്കറ്റ് ടേക്കർ വരുണായിരുന്നു. 3 മത്സരങ്ങൾ കളിച്ച താരം 9 വിക്കറ്റുകളാണ് പോക്കറ്റിലാക്കിയത്. ടൂർണമെൻറ്റിൽ വിക്കറ്റ് വേട്ടക്കാരിൽ മാറ്റ് ഹെൻറിക്ക് താഴെ 2ാമത്.
ICCയുടെ മറ്റൊരു ലോകവേദിയിൽ ഇന്ത്യ പോരിനിറങ്ങുമ്പോൾ ഒരിക്കൽ കൂടി അയാൾ ടീമിലെ അനിശ്ചിത സാന്നിധ്യമാകുന്നു. ആൻഡ് ഹി റിമൈൻസ് എ മിസ്റ്ററി.